ഹായ് ഹലോ ഫ്രണ്ട്സ്. ഒരു 10ാം ക്ലാസ്സുകാരൻ ആബിദ് എന്ന പയ്യന് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ എടുത്തിരുന്നു. ഒരുപാട് ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആബിദ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അല്ലാതെ സോളാർ പാനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആബിദിനെ വിളിക്കാം. ആബിദേ, ഇതാണ് നമ്മളെ ആബിദ് മോന്. എല്ലാവർക്കും കണ്ടു പരിചയം ഉണ്ടാവും. കാരണം റീൽസിലും ഷോർട്സിലും എല്ലാത്തിലും മുൻപന്തി നിൽക്കുന്ന ആബിദാണ്. ആബിദേ, സോളാർ പാനൽ ഫിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാടായോ? ഏകദേശം 3-4 മാസമായി. എല്ലാം ഒറ്റക്ക് എൻ്റെ ഉപ്പ കൂടി തരും. ഒറ്റക്ക് പാനലും പൊന്തിക്കാൻ കഴിയില്ലല്ലോ. അത് ശരിയാണ്. അങ്ങനെയൊക്കെ അല്ലാതെ വേറെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചത് പറഞ്ഞാൽ നമ്മൾ MPPT എടുത്തപ്പോൾ അവിടുന്ന് കുറച്ച് പറഞ്ഞു തരും. അതേപോലെ ഈ വയറും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്കൊരു ഐഡിയയിൽ ഉണ്ടാവുമല്ലോ. ആ വയറിന്റെ ഗേജും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം. ഈ ഒരു ഇലക്ട്രിക് വണ്ടി ഉണ്ടാക്കാനും അതുപോലെ തന്നെ സോളാർ പാനലൊക്കെ ഉണ്ടാക്കാൻ സ്വയം തിരഞ്ഞെടുക്കാനുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവല്ലോ. എന്താ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തരാം, അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ആരും ഉണ്ടായിട്ടല്ല. എൻ്റെ എളാപ്പ ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഓട്ടി നോക്കുമ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നി. പാനലിന്റെ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടും പിന്നെ ഉപ്പ അതിനൊരു സപ്പോർട്ടാണ്. അങ്ങനെയൊക്കെ. അപ്പൊ എന്തായാലും ആബിദ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം സോളാർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആബിദ് തന്നെ പറഞ്ഞുതരും. ഏകദേശം ടോട്ടൽ എത്ര എക്സ്പെൻസ് ആയി? മൊത്തം ബാറ്ററി, പാനൽ, ഇൻവേർട്ടർ അടക്കം വരുമ്പോൾ ഒരു 30 rupees എന്തായാലും 30,000 രൂപ എന്തായാലും വരും. കൂടാനാണ് സാധ്യത. മറ്റേ എത്ര വാട്ട്സ് കിട്ടുന്നുണ്ട്? നമുക്ക് ലോഡ് പറഞ്ഞാല് 500 watts മാക്സിമം പറ്റുള്ളൂ. 500 വാട്ട്സ് അല്ലേ? അപ്പോൾ എന്തായാലും ആബിദിനോട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ബാറ്ററിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതിൻ്റെ ടോപ്പിൽ വരെ കയറാറുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ ആബിദിനായിട്ട് സംസാരിക്കുക. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ പേര് മുഖ്താർ. വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. ഇലക്ട്രിക് സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവല്ലേ? വാ. അപ്പോൾ ഇതാണ് നമ്മുടെ സോളാർ പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 കമ്പിയിലാണ് ഈ സോളാർ പാനൽ ഇവിടെ വെച്ചിരിക്കുന്നത്, ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരു വീടിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഓടിട്ട വീടിൻ്റെ മുകളിലാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാനൽ. സിംഗിൾ പാനലാണ് വെച്ചത്. ഏകദേശം 415 വാട്ട്സാണ് നമ്മുടെ പാനലുള്ളത്. 52 വോൾട്ട് ഔട്ട്പുട്ട്. അത് നോ ലോഡ് വോൾട്ടാണ്. അതെല്ലാം നമ്മൾ കണക്കാക്കാറ്. അത് ഞങ്ങൾ അടിയിലെത്തിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം, ഇതിൻ്റെ MPPT കാര്യങ്ങളൊക്കെ കാട്ടി തരുമ്പോൾ. പിന്നെ ഇതിലോട്ട് വരുവാണെങ്കിൽ 415 വാട്ട്സ്, ഏകദേശം 10 ആംപിയർ, 9 ആണ് ആംപിയേഴ്സ് വരുന്നത്. 10 ആംപിയർ പാനൽ നമുക്ക് ഔട്ട്പുട്ട് വരും. അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വെച്ചിട്ട് ഏകദേശം 6 മാസമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. 6 കൊല്ലമായില്ല, 6 മാസമാണ് ഇതായിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ പാനലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ സ്വന്തം ചെയ്തതാണ്. ഈ സ്റ്റാൻഡ് ഇവിടെ ഞാൻ എൻ്റെ ഫാദറും കൂടെ ഫിറ്റ് ചെയ്തതാണ്. സ്റ്റാൻഡ് ഇവിടെ ഒരു അഡ്ജസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഈ പാനൽ താത്താനും ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ചരിക്കാനും നമുക്ക് ഇങ്ങനെ കഴിയും. ഇപ്പോൾ പാനൽ താവുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ അതേപോലെ റിട്ടേൺ അടിക്കാനും കഴിയും. ഇത് ലൂസ് ചെയ്താൽ ഒരു നെട്ട് മോൾട്ടാണ് കേട്ടോ ഇവിടെ കണക്ട് ചെയ്തത്. ഞാൻ അടുത്തോട്ട് കാണിച്ചു തരാം. സ്ക്രൂ ടൈറ്റാണ്. സാധാരണ നെട്ട് മോൾട്ടിൻ്റെ സെറ്റപ്പ് തന്നെയാണ് ഇത്. ഇവിടെ ഒരു ലിവർ വെൽഡ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഉണ്ടോ ഒരു സ്ക്രൂ ടൈറ്റ് ആക്കിയാൽ ഇത് പാനൽ ഇങ്ങനെ വരും. അതുപോലെ നമ്മുടെ MC4 കണക്ടർ ഉപയോഗിച്ചാണ് നമ്മുടെ വയർ കണക്ട് ചെയ്തത്. ഏകദേശം 6 mm ആണ് നമ്മുടെ വയർ വരുന്നത് കേട്ടോ. DC കേബിളാണ്. MC4 കണക്ടർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പാനലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റ് കാട്ടിത്തരാം. ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഏകദേശം 415 വാട്ട്സും 45 വോൾട്ടും ഓപ്പൺ വോൾട്ട് 54 വോൾട്ടാണ് കേട്ടോ. പിന്നെ ഇത് 9.90 ആംപിയർ കാണിക്കുന്നത്. ഏകദേശം നമുക്ക് MPPT വെക്കുമ്പോൾ ഇതിലേറെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് 6 കട്ട് പാനലാണ്. സാധാരണ നമ്മൾ ഡബിളാണ് ഉപയോഗിക്കുന്നത്, ഹാഫ് കട്ട് പാനലാണ് ഉപയോഗിക്കാറ്. ഇത് 6 കട്ട് പാനലാണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ ഒരു ലൈൻ കണ്ടോ, ഇതൊരു കട്ടാണ് ഇത് വരുന്നത്. ഇങ്ങനെ കാണുന്നത് ഒരു കട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാം ഈ ഓരോ ലൈൻ ഓരോ കട്ടാണ്. 1 2 3 4 5 6 ആ 6 കട്ട് പാനലാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പാനലിൻ്റെ ഔട്ട്പുട്ട്. ഈ പാനലിൻ്റെ കമ്പനിയാണ് സൺപവറിൻ്റെ പാനലാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത്. ഏകദേശം 12,000 രൂപയാണ് നമ്മുടെ പാനലിന് വില വന്നത്. പിന്നെ ഇത് നമ്മുടെ ഓടിൽ സെറ്റ് ചെയ്ത് ഞാൻ ദൂരെ നിന്ന് കാട്ടിത്തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പാനൽ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ഈ ഏരിയയിൽ വെയിൽ കുറവായതുകൊണ്ട് ഞങ്ങൾ ഏകദേശം ഇവിടെ വെച്ച് സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്.
അതൊക്കെയാണ്. അതുപോലെ വയറുകൾ ഇനി ഓടിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് പോയിട്ടുണ്ട്, ഇനി അവിടെ നിന്ന് കാട്ടിത്തരാം. ഫസ്റ്റ് നമ്മൾ മേലത്തെ കാണിച്ചിട്ട് പാനലിന്റെ വയറ് പോരുന്നത്. വയറ് ഇതാണ് ഔട്ട് വരുന്നത്, പാനലിന്റെ ഔട്ടാണ് കേട്ടോ. ഇത് അത്യാവശ്യം 6 വയറാണ് നമ്മളിവിടെ കൊടുത്തത്. കട്ടി വേണം, കാരണം ആംബിയറും വോൾട്ട് നല്ല വരുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഇവിടെ ഒരു DB ബ്രേക്കർ വെച്ചിട്ടുണ്ട്, വല്ല ഷോർട്ടും സർക്യൂട്ട് വന്നാൽ ഓഫ് ആക്കാനുള്ള ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ലൈറ്റ്നിങ് വരുമ്പോൾ ഓഫ് ആക്കാനുള്ള ഒരു സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ആ വയർ പോകുന്നത് നമ്മുടെ MPPT-ലേക്കാണ്. ഇത് ആശാ പവറിൻ്റെ ഒരു MPPT ആണ്. ഏകദേശം 40 ആംബിയറാണ് ഇതിൻ്റെ ഇത് വരുന്നത്, മാക്സിമം പവർ. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമുക്ക് 48 വോൾട്ട് വരെ കൊടുക്കാം, ബാറ്ററി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. 2000 വാട്ട്സ് ആണ് ഇതുള്ളത്. 40 HP എന്ന് പറഞ്ഞാൽ വേർഷൻ 6 ആണ് ഇപ്പോൾ വരുന്നത്, ലേറ്റസ്റ്റ് ആണ് തോന്നുന്നുണ്ട്. അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. നമ്മുടെ ചാർജിങ് ആംബിയർ കാര്യങ്ങളൊക്കെ ഈ പാനലിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം ലേറ്റ് ഇല്ലാത്തൊരു ടൈമാണ്. ഇപ്പോൾ വരും ബൾക്ക് ചാർജിങ്ങിലാണ്. ചാർജ് ഇപ്പോൾ ബാറ്ററി കുറച്ച് കമ്മിയാണ്. 7.5 ആംബിയറാണ് ഇപ്പോൾ കിട്ടുന്നത്. ഏകദേശം ഞങ്ങൾക്ക് 30 ആംബിയർ വരെ ഇതിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ബാറ്ററിയിലോട്ട് കണക്ഷൻ ചെയ്യണം. C10 ബാറ്ററിയാണ് കൊടുത്തത്. ഈ ബാറ്ററി ഇപ്പോൾ കണക്ഷൻ ഇല്ല. നിങ്ങൾ വേറെ 2 ഇൻവേർട്ടർ കാണുന്നുണ്ടാവും, അതിൽ ഈ ഇൻവേർട്ടറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടുന്ന് മാറ്റി വെക്കാം. അവിടെ ഈ ബാറ്ററിയുടേതാണ് ഇൻവേർട്ടർ, കാരണം ഇത് C20 ആണ്. അപ്പോൾ പാരലായിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ബാക്കിലുള്ളതാണ് എക്സൈഡിൻ്റെ 6LMS 150L ആണ് ഈ ബാറ്ററി വരുന്നത്. ഇത് 150 AH ആണ് വരുന്നത്. 150 AH ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻവേർട്ടർ ഏകദേശം 1 kV യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവേർട്ടറാണ്. 1000 വാട്ട്സ് നമുക്ക് ഔട്ട്പുട്ട് തരും. അത് ഉപയോഗിക്കുക അത്യാവശ്യം നല്ലൊരു ഇൻവേർട്ടറാണ്. ഓൺ പറഞ്ഞ ഒരു കമ്പനിയുടേതാണ്. ഇതിൽ നമുക്ക് എത്ര വാട്ട്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈപ്പാസ് 2 മോഡ് നമ്മുടെ MPPT വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫാനും ഈ ഇവിടെ വർക്ക് ചെയ്യുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ സോളാറിനാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കറണ്ടിലോട്ട് ആക്കണമെങ്കിൽ ഇവിടെ അടിയിലൊരു ബൈപ്പാസ് സ്വിച്ച് ഉണ്ട്. ഇതൊന്ന് ഓഫ് ചെയ്താൽ ഇപ്പോൾ കറണ്ടിലോട്ടാവും. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇത് കറണ്ടിലോട്ടാണ് വെച്ചിട്ടുള്ളത്. അവർ നമ്മുടെ ഇൻവേർട്ടറിൽ സോളാർ മോഡ് എന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ കറണ്ടിലോട്ട് ആക്കുമ്പോൾ നമ്മുടെ ഇൻവേർട്ടർ കറണ്ട് ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യും. അപ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവില്ല. ഇത് കട്ട് ഓഫ് ആയാൽ കറണ്ട് ഉപയോഗിച്ച് ചാർജ് ചെയ്താൽ പിന്നെ ഡിസ്ചാർജ് ആയത് ഓട്ടോമാറ്റിക്കായിട്ട് കയറിയൊരു കാര്യമില്ല. നമുക്ക് സോളാറിന് പറയുമ്പോൾ ഇതിലൊരു സ്വിച്ച് ഉണ്ടാവും, ബാക്കിലാണ് ഉള്ളത്. ഇതിൻ്റെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ടാവും. ഇത് ഓണാക്കിയാൽ കൂടെ കാണാം. ഇപ്പോൾ ചാർജർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ കറണ്ടിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ MPPT കൊടുത്താൽ ഇത് 11.5 വോൾട്ട് ബാറ്ററി ഡിസ്ചാർജ് വരെ എത്തിയാൽ ബാറ്ററി ഓട്ടോമാറ്റിക് കറണ്ടിലോട്ട് മാറ്റും നമ്മുടെ സിസ്റ്റം. അപ്പോൾ ഇതിങ്ങനെ ചാർജ് ആവാതിരിക്കാനാണ് ഇവിടെ നമ്മൾ ബൈപ്പാസ് സ്വിച്ച് വെച്ചത്. ഇപ്പോൾ സോളാറിനാണ്. ഇനി ഞാൻ ഓഫാക്കി കാട്ടിയാൽ ബൈപ്പാസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാർജർ വർക്ക് ചെയ്ത് ഇങ്ങനെ വർക്ക് ചെയ്യാതിരിക്കാൻ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്. നമ്മൾ ഓഫ് ചെയ്താൽ പിന്നെ ചാർജ് ആവില്ല, പക്ഷേ കറണ്ട് പോയാൽ ഇൻവേർട്ടറിന് എടുക്കുകയും ചെയ്യും. അങ്ങനത്തെ സിസ്റ്റം എല്ലാ ഇൻവേർട്ടറും ഇപ്പോഴത്തെ ഇൻവേർട്ടറിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് മെയിൻ കാര്യം. പിന്നെ ഇപ്പോൾ നമ്മൾ സോളാറിന് തന്നെ എടുക്കുക. ഏകദേശം നൈറ്റൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആയിക്കോളും. നമുക്കിത് ഇപ്പോൾ ടോട്ടൽ എല്ലാം കൂടി ബാറ്ററി ഇൻവേർട്ടർ എല്ലാം കൂടി ടോട്ടൽ എത്ര എക്സ്പെൻസ് ആയി? എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഈ ഇൻവേർട്ടർ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അടുത്താണ് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. MPPTക്ക് ഏകദേശം ഒരു 7,000 രൂപ വന്നിട്ടുണ്ട്. അവർ ബാറ്ററിക്ക് 14,000 രൂപയാണ് ഈ ബാറ്ററിക്ക് നമുക്ക് വില തന്നത്. ഇത് കുറച്ച് റയർ പീസാണ്. ഇത് നാട്ടിൽ കിട്ടാനുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ 5 ഇയർ വാറൻറ്റി ഉള്ള തന്നെ എടുക്കണം. ഇത് 3 ഇയർ വാറൻറ്റി ഉള്ളത് 12,000 രൂപക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. അതിലെന്തോ അറിയില്ല, നമുക്ക് എറണാകുളത്ത് നിന്നാണ് നമ്മൾ ബാറ്ററി എടുത്തത്, ഇവിടെ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും ആബിദ് മോന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം സോളാർ പാനൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഇതുണ്ടോ? ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. വണ്ടികളല്ലേ? പിന്നെ എന്ത് വണ്ടി? ഇലക്ട്രിക് വണ്ടിയല്ലേ? ഇലക്ട്രിക് ആണ്. ഗോകാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, ഒരു സ്പോർട്ടി ലുക്കുള്ള ഒരു വണ്ടികളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും ആബിദിനെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആബിദിന് സപ്പോർട്ട് അല്ല മാക്സിമം വേണ്ടത്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആബിദ് ഇനിയും വെറൈറ്റി വണ്ടികളും അതേപോലെ തന്നെ ഒരുപാട്, കാരണം ഏകദേശം 15 വയസ്സുള്ളപ്പം തന്നെ ഇങ്ങനത്തെ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിലും സോളാർ പാനലാണെങ്കിലും ഒക്കെ സ്വയം ചെയ്ത് അതായത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ആബിദ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്.